iQOO 12 and iQOO 13 ഒരു സോളിഡ് ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു ആൻഡ് ഇതാ ഇപ്പോ iQOO 15 വരാൻ പോകുന്നു. ഇന്ത്യയിൽ Snapdragon 8 Gen 5 ചിപ്സെറ്റോട് കൂടി വരാൻ പോകുന്ന ഫസ്റ്റ് മൊബൈൽ ആയിരിക്കും iQOO 15. The best part is ഇതിനകത്ത് 2-3 സർപ്രൈസസ് ഉണ്ട് ആൻഡ് മെയിൻലി ദ ഡിസ്പ്ലേ എപ്പോഴും വരുന്ന പോലെ ഒരു റെഗുലർ ഡിസ്പ്ലേ അല്ല. ബിഫോർ ജമ്പിംഗ് ഇൻ ടു അവർ വീഡിയോ 90% ഓഫ് ഓഡിയൻസ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റ് ചെയ്യാനായിട്ട് എന്നെ കുറച്ചുകൂടാതെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ let's jump into our 5 minutes review. ഞാൻ Akkus, welcome to Akkus View. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈലിന് ഒരു പ്രീമിയം iQOO വൈബ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ഫ്ലാറ്റ് സൈസ് മെറ്റൽ ഫ്രെയിം, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ. കാണാൻ കുറച്ച് സ്റ്റേഡി ആയിട്ടുണ്ട്, എന്നാലും ഇൻ ഹാൻഡ് ഫീൽ ഓസം ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് 223 grams ആണ് വരുന്നത്, ബിക്കോസ് ഇതിനകത്ത് ഒരു മാസീവ് ബാറ്ററി ഉണ്ട്. ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ മോഡ്യൂൾ ആണ് വരുന്നത്. കൈൻഡ് ഓഫ് നീറ്റ് ആൻഡ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് മോഡ്യൂൾ ആണ് ഇത്. IP റേറ്റിംഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല, ബിക്കോസ് ഇത് ഒരു ചൈനീസ് വേരിയന്റ് ആണ്. ഡിസൈൻ വൈസ് മിനിമൽ ആണ്, ക്ലീൻ ആണ്, അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് എസ്തെറ്റിക് വൈബും കിട്ടുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് ഇതിന് നമുക്ക് 9 out of 10 കൊടുക്കാം. ഡിസ്പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആർക്കാ ഫാൻസ് കൂടുതൽ എന്ന് നോക്കിയാലോ. iQOO ഫാൻസ് വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് OnePlus ഫാൻസ് കമന്റ് ചെയ്യുക ആൻഡ് Xiaomi ഫാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മിങ് ടു ഡിസ്പ്ലേ, iQOO 15 വരുന്നത് ഒരു മാസീവ് 6.85 inch 2K പാനൽ വിത്ത് 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇത് മറ്റു ഫോൺസിൽ വരുന്ന ഒരു നോർമൽ പാനലല്ല, ഇതിൽ LED OLED പാനലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവർ എഫിഷ്യന്റ് ആയിരിക്കും. ഒരു 30 to 40% ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദെൻ ഇതിൽ 6000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ Dolby Vision HDR10+ സപ്പോർട്ട് ഇതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. സോ 10 out of 10. ദെൻ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ വരുന്നത് Snapdragon 8 Gen 5 ചിപ്സെറ്റോട് കൂടിയാണ്. ആൻഡ്രോയിഡ് സ്കോർ 3.8 million ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LPDDR5X RAM വരുന്നുണ്ട്. UFS 4.1 സ്റ്റോറേജ് വരുന്നുണ്ട്. വേരിയൻസ് അപ് ടു 16GB RAM ആൻഡ് 1TB സ്റ്റോറേജ് വരെ ചൈനയിൽ റിലീസ് ആയിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. iQOO ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. 7800mm² വേപ്പർ കൂളിംഗ് ചാമ്പറും ഇതിലുണ്ട്. ദെൻ ഗെയിമിംഗിലേക്ക് വരികയാണെങ്കിൽ BGMI 60 FPS കളിക്കാം. പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ലിമിറ്റേഷൻ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് 120 FPS തന്നെ കളിക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിൽ Q3 ഗെയിമിംഗ് ചിപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 60 FPS ഗെയിമിന് പോലും ഇത് 144 Hz പുഷ് ചെയ്യും. സോ പെർഫോമൻസ് വൈസ് എനിക്ക് ഒന്നും തന്നെ നെഗറ്റീവ് ആയിട്ട് തോന്നിയില്ല. സോ 10 out of 10. ദെൻ ബാറ്ററി ആൻഡ് ചാർജിംഗിലേക്ക് വരികയാണെങ്കിൽ 7000 mAh ബാറ്ററി വിത്ത് 100 watts വയർ ചാർജിംഗ് ആൻഡ് 40 watts വയർലെസ് ചാർജിംഗ്. iQOO ഇത്തവണ വയർലെസ് ചാർജിംഗ് സ്കിപ്പ് ചെയ്തിട്ടില്ല. ചാർജിംഗ് സ്പീഡ് ക്വിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആ ബാറ്ററി ബാക്കപ്പും പ്രോമിസിംഗ് ആയിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ന്യൂ പവർ എഫിഷ്യന്റ് ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. സോ ബാറ്ററി വൈസ് നമുക്ക് ഇതിന് 9.5 out of 10 കൊടുക്കാം. ആൻഡ് കമ്മിങ് ടു ക്യാമറ, iQOO ഇവിടെയാണ് എപ്പോഴും പോലെ സേഫ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. 50MP പ്രൈമറി, 50MP അൾട്രാ വൈഡ് ആൻഡ് 50MP 3x ടെലിഫോട്ടോ സെൻസേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ 3 സെൻസേഴ്സിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 32MP ആണ് വരുന്നത്. നല്ല ക്രിസ്പ് ആയിട്ടുള്ള സെൽഫീസ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഫോട്ടോസ് എല്ലാം എബോ എക്സ്പെക്ടഡ് ലെവൽസിലാണ് ഉള്ളത്. പോർട്രേറ്റ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എസ്പെഷ്യലി ആ 3x ടെലിഫോട്ടോ ലെൻസിൽ എടുത്ത പോർട്രേറ്റ്. സ്കിൻ ടോൺസ് എല്ലാം ഓൺ പോയിന്റ്സ് ആണ്. ഓവർ പ്രോസസ്ഡ് അല്ല, ഓവർ വാഷ്ഡ് ഔട്ടും അല്ല, താങ്ക്സ് ടു വിവോസ് ഇമേജ് പ്രോസസിംഗ് മാജിക്. ക്യാമറ വൈസ് നമുക്ക് ഇതിനൊരു 8.5 out of 10 കൊടുക്കാം. കമ്മിങ് ടു സോഫ്റ്റ്വെയർ ആൻഡ് അപ്ഡേറ്റ്, ഈ ഒരു മൊബൈൽ വരാൻ പോകുന്നത് OS 6 കൂടി ആയിരിക്കും. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സ്മൂത്ത് ആയിരിക്കും. അത് മാത്രമല്ല ഇന്ത്യയിൽ OS 6 കൂടി വരാൻ പോകുന്ന ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ആയിരിക്കും iQOO 15. ദെൻ Wi-Fi 7, Bluetooth 6.0 സെൻസേഴ്സ് എല്ലാം ടോപ്പ് ടയർ ആണ്. സോ സോഫ്റ്റ്വെയർ വൈസ് നമുക്ക് ഈ ഒരു ഫോണിന് 9 out of 10 കൊടുക്കാം. സോ ഫൈനൽ തോട്ട്സ്, iQOO ഈ വർഷത്തെ വാല്യൂ ഫോർ ദ മണി ഫ്ലാഗ്ഷിപ്പ് ആയിരിക്കും. പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ iQOO 12 50K ബഡ്ജറ്റിലാണ് വന്നത്. iQOO 13 55K ബഡ്ജറ്റിലാണ് വന്നത്. സോ iQOO 15 ഒരു 55 to 60K ബഡ്ജറ്റിലായിരിക്കും വരുന്നത്. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നതെങ്കിൽ ഇതൊരു കില്ലർ ഡീൽ ആയിരിക്കും. ബിക്കോസ് ഒരു ബെസ്റ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ജെൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഗുഡ് ക്യാമറാസ്, ബീസ്റ്റ് ബാറ്ററി, അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ്. സോ ഓവറോൾ ആയിട്ട് ഈ ഒരു ഫോണിന് നമുക്ക് 9.5 out of 10 കൊടുക്കാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ ഹോണസ്റ്റ് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നു. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.